പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 21-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ 6-ാം മാസത്തിൻ്റെ 3-ാമത്തെ വിശുദ്ധ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും സ്തോത്രം. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 30-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടു നീ അഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ദുഃഖം ലോക സഹജമാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകും. തീവ്രമായ ദുഃഖം വരുമ്പോൾ ഓരോരുത്തരും പല നിലകളിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. ചിലർ ദുഃഖം വരുമ്പോൾ സ്തോത്രം പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ തൂഹിയും കൊണ്ട് നടക്കുമ്പോൾ, മറ്റു ചിലർ സങ്കടം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്നു. മറ്റു ചിലർക്ക് ദുഃഖം വരുമ്പോൾ മറ്റുള്ളവരോട് സംസാരം കാണത്തില്ല. ദേഷ്യമായിരിക്കാം. എന്തുകൊണ്ടും ആരുടെയും പ്രശ്നങ്ങൾക്ക് ഒന്നും പരിഹാരമാകുന്നില്ല. യഹൂദന്മാർ തീവ്രമായ ദുഃഖത്തിൻ്റെ അടയാളങ്ങളുമായി അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്വയം വലിച്ചു കീറി രട്ടുശീല ഉടുത്ത് അല്ലെങ്കിൽ ചാക്ക് ശീല ഉടുത്തുകൊണ്ട് ചാരം വാരി തലയിലിട്ടുകൊണ്ട് ചാരത്തിൽ കിടന്ന് ഉരുളുകയും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. രാജാക്കന്മാർ മുതൽ സാമാന്യ ജനം വരെയുമുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. വ്യക്തിപരമായ വിഷയങ്ങൾ കൂടാതെ വിവിധ വിഷയങ്ങൾക്കായി യഹൂദ ജനം ഉപവസിക്കുമ്പോഴും അവർ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ച് അവർ തനിച്ചോ സമൂഹമായോ ഒരു രാജ്യം ഒറ്റക്കെട്ടായോ അങ്ങനെ ഉപവസിച്ച ചരിത്രമുണ്ട്. നിനവേ പട്ടണം സ്വത്രം ഒന്നടങ്കം ചെറുതു മുതൽ വലുതുവരെ വലിയവനും ചെറിയവനും രാജാവും സകല മനുഷ്യരും മൃഗത്തെ പോലും അവർ ഉപവസിക്കുവാൻ കൂട്ടാക്കിയെന്നാണ്. ഹല്ലേലൂയ. അവർ ഇങ്ങനെ ഹൃദയപൂർവ്വം ഉപവസിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ വിടുവിക്കുകയും തുടർന്ന് അവരുടെ ദുഃഖം നീങ്ങി സന്തോഷിക്കുവാനുള്ള വക ദൈവം നൽകുകയും ചെയ്യുമായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖത്തിനുള്ള വിവിധ തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. മക്കളെ ഓർത്തായിരിക്കാം ചില മാതാപിതാക്കൾ ദുഃഖിക്കുന്നത്. ചിലർ മക്കളില്ലാത്തത് കാരണത്താൽ ദുഃഖിക്കും. ചിലർ ഭവനമില്ലാത്ത കാരണത്താൽ ഭവനം പണിയുവാൻ സാമ്പത്തികമില്ലാതെ, ഒരു സെന്റ് ഭൂമിയില്ലാതെ, ഭീമമായ സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ ഭാരപ്പെടുന്നവർ അങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ഒരു ദൈവവൈതൽ നേരിടുന്ന ദുഃഖത്തിൽ ദൈവം മൗനമായിരിക്കുകയില്ല. അവിടെ നിലവിളി സ്തോത്രം കേട്ട് അവിടെ രോഗത്തിൽ നിന്നും കടഭാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഒരു ഭക്തൻ എന്നും രട്ടെടുത്തുകൊണ്ടിരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനാൽ നമ്മുടെ ദുരിതം പൂർണ്ണമായും മാറി പ്രശ്നങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ആനന്ദവും നൃത്തവും ആയിരിക്കുമെന്ന് അതിനർത്ഥമില്ല. നാം നമ്മുടെ പ്രത്യാശ നാട്ടിൽ എത്തുമ്പോഴാണ് നമ്മുടെ ദുഃഖം പൂർണ്ണമായും മാറുന്നത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവിടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖം നെടുവീർപ്പും ഓടിപ്പോകുമെന്ന് പ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്യുന്നു. ദൈവം തൻ്റെ ഭക്തന്മാരുടെ വിലാപത്തെ നൃത്തമാക്കുകയും അവിടെ രട്ട് അഴിച്ചവരെ സന്തോഷം ഉടുപ്പിക്കുകയും ചെയ്യുന്ന അനവധി സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊർദെഖായിയെയും മറ്റു യഹൂദ ജനത്തെയും ഒന്നടങ്കം കൊന്നുകളയുവാൻ തന്ത്രവുമായി ഹാമാൻ ഇറങ്ങിത്തിരിച്ചു. കായിക ബലം കൊണ്ടോ അധികാരം കൊണ്ടോ ഈ പ്രതിസന്ധി മറികടക്കുവാൻ ശേഷിയില്ലാത്ത ജനം രട്ടെടുത്ത് ദൈവത്തോട് നിലവിളിച്ചു. നിലവിളി ഉയർന്നപ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. കാര്യങ്ങൾ വേഗത്തിൽ ക്ഷണത്തിൽ മാറിമറിഞ്ഞു. ഹല്ലേലൂയ. മൊർദെഖായിയെ കഴുകുമരത്തിൽ കയറ്റുവാനുള്ള കൽപ്പനയ്ക്ക് വേണ്ടി രാജാവിൻ്റെ അടുക്കൽ എത്തിയവൻ മൊർദെഖായിയെ കുതിരപ്പുറത്ത് കയറ്റി എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കേണ്ട ഗതിയിലേക്ക് മാറി. ഹല്ലേലൂയ. സ്തോത്രം. മൊർദെഖായിയെ കഴുകുമരത്തിൽ തൂക്കിക്കൊല്ലുവാൻ
അവൻ അനുവാദം ചോദിക്കാൻ വന്ന ഹാമാൻ അവൻ മൊർദെഖായിയെ സ്തോത്രം കഴുതപ്പുറത്ത് കയറ്റി അല്ലെ രഥത്തിൽ കയറ്റി എഴുന്നള്ളിച്ച് നടക്കുന്ന അനുഭവത്തിലേക്ക് മാറി. രാജാവിൻ്റെ കൽപ്പന പ്രകാരം കാര്യങ്ങൾ ചെയ്യാതെ ഹാമാന് മറ്റു നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഹാമാനും അവൻ്റെ വംശം മുഴുവനും കൊല്ലപ്പെടുകയും യഹൂദന്മാർക്ക് ആനന്ദമുണ്ടാവുകയും ചെയ്തു. പ്രിയ ദൈവവേദിനെ രട്ടഴിച്ചു മാറ്റി. ദുഃഖം പ്രാർത്ഥിക്കുന്നവന്റെ ദുഃഖത്തെ ദൈവം മാറ്റുവാനിടയായി. ഉപവസിച്ചവന്റെ സ്തോത്രം ഹാലേലിയ രട്ടിന് ദൈവം അഴിച്ചു മാറ്റി സന്തോഷം കുടിപ്പിക്കുവാനിടയായി. തനിക്ക് മക്കൾ ജനിക്കാത്തത് നിമിത്തം ഹന്നയുടെ പ്രതിയോഗിയായ പെനീന അവളെ നിരന്തരം നിന്ദിച്ചു കൊണ്ടിരുന്നു. മറ്റു പലരും ചെയ്യുന്നത് പോലെ അവൾ ദൈവത്തെ കുറ്റം പറയുകയോ നിരാശയോടെ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യാതെ യഹോവയുടെ ആലയത്തിൽ പോയി കരഞ്ഞു അപേക്ഷിച്ചു. ദൈവം അവളുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. കടഭാരം നിമിത്തം വളരെ മനോദുഃഖം അനുഭവിച്ചവളാണ് എലീശ പ്രവാചകന്റെ ശിഷ്യന്റെ വിധവ. കടക്കാർ വന്ന് തൻ്റെ മക്കളെ അടിമയാക്കുന്നതിൽ നിന്നും തന്നെ രക്ഷിക്കേണ്ടതിന് ഈ വിധവ പ്രവാചകന്റെ അടുക്കൽ അഭയം പ്രാപിച്ചതാണ്. പക്ഷേ ദൈവം അവരുടെ ദുഃഖം മാറ്റുക മാത്രമായിരുന്നില്ല ചെയ്തത്, അവരുടെ ഭയം മാറ്റുകയായിരുന്നില്ല ചെയ്തത്. പകരം ജീവിക്കുവാനുള്ള വരും നാളുകളിൽ എല്ലാ ദിനവും അവളുടെ സ്തോത്രം ഉപജീവന മാർഗത്തിന് വേണ്ടി അവർക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള എല്ലാ വകയും നൽകിക്കൊണ്ട് അവളുടെ ദുഃഖത്തിൻ്റെ അവളുടെ കണ്ണുനീരിനെ ദൈവം മാറ്റി ആനന്ദമാക്കി അവളെ തീർക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് അനേകർ ഇല്ലാത്ത ദുഃഖം ഉണ്ടെന്ന് അഭിനയിച്ച് അയ്യോ ഭയങ്കര കഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം ആഹാരം കൊടുക്കാൻ നിവർത്തിയില്ല, വാടക കൊടുക്കാൻ നിവർത്തിയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പലരും പറഞ്ഞ് സ്തോത്രം മറ്റുള്ളവരെ കബളിപ്പിച്ച് ഇല്ലാത്ത ദുഃഖങ്ങൾ ഉണ്ടാക്കി എങ്ങനെയും മറ്റുള്ളവരെ നിന്ന് പൈസ തട്ടിയെടുക്കുവാനായിട്ട് ദുഃഖം നടിക്കുന്നവർ ഒത്തിരി പേര് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ ദുഃഖമുണ്ടെന്ന് അഭിനയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തി നടിക്കുന്നവരെ ദൈവം കഠിനമായി ശിക്ഷിക്കുമെന്ന് ഈ കൂട്ടർ അറിയുന്നില്ല, ഓർക്കുന്നുമില്ല. ജനം കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പലവട്ടം ദൈവം ആലോചന പറഞ്ഞു. എന്നാൽ അത് ശ്രദ്ധിക്കുവാൻ കൂട്ടാക്കാതെയും അവർ ലോകപ്രകാരമുള്ള സന്തോഷത്തിലേക്ക് തിരിഞ്ഞു. ഫലം എത്ര വലുതായിരുന്നു എന്ന് സ്തോത്രം ഹല്ലേലൂയ പലരുടെയും ജീവിത അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ ദൈവവേദിലെ ദൈവം രട്ടും വെണ്ണീരും മാറ്റി സന്തോഷം എടുപ്പിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് ജീവിതത്തിൽ ക്രമീകരണമില്ലാതെ ജീവിച്ചാൽ കരച്ചിൽ നിലവിളിയിലേക്ക് മാറും. രട്ട് കറുപ്പ് പിന്നെ പുതയ്ക്കുന്നതിലേക്കും ഉടുക്കുന്നതിലേക്കും ഒക്കെ അവസാനിക്കുമെന്നും നമുക്ക് ദൈവവചനം മുന്നറിയിപ്പ് തരുന്നുണ്ട്. ആകയാൽ നാം ദൈവ ഭയത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ദൈവസ്നേഹത്തിൽ ദൈവകൃപയിൽ ദൈവവചനത്തിൽ സ്തോത്രം നാം നിന്നു കഴിഞ്ഞാൽ നിശ്ചയമായി ദൈവം നമ്മെ ദുഃഖത്തിൽ നിന്നും വിലാപത്തിൽ നിന്നും നമ്മുടെ സ്തോത്രം സന്തോഷത്തിലേക്കും നമ്മുടെ രട്ടിനെ അഴിച്ച് ആനന്ദത്തിലേക്കും നമ്മെ നടത്തുവാൻ ശക്തനാണ്. ആകയാൽ ദൈവവചനം അനുസരിച്ച് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുവാനും ഈ നാളുകളിൽ തയ്യാറാകുമെങ്കിൽ ദൈവം ദുഃഖം മാറ്റി സന്തോഷവും ആനന്ദവും നമുക്ക് നൽകുവാൻ ഇടയാകും. നമ്മുടെ കണ്ണുകളെ ഈ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ദുഃഖം സ്തോത്രം ഇന്ന് പകൽക്കാലം എത്രയോ പ്രിയപ്പെട്ടവർ പലവിധമായ ദുഃഖങ്ങളിലായിരിക്കുന്നു. ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, കർത്താവെ ശുശ്രൂഷ കർത്താവെ ശുശ്രൂഷ കർത്താവെ ശുശ്രൂഷകളെ ബന്ധിച്ച് ശത്രു വെല്ലുവിളിക്കുന്ന പലവിധമായ പോരാട്ടങ്ങളിലായിരിക്കുന്ന എത്രയെത്ര പേർ, കടഭാരങ്ങളിലായിരിക്കുന്ന എത്രയോ പേർ ദുഃഖങ്ങളിലായിരിക്കും. എന്ന് പകൽ എല്ലാവരുടെയും ദുഃഖത്തെ മാറ്റി വിലാപത്തെ മാറ്റി നൃത്തവും ആനന്ദവും സന്തോഷവും പകരുന്ന ഒരു പ്രഭാതത്തെ സ്വർഗം നൽകണമെന്ന് പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മകത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.